എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ആ എന്താ പെട്ടെന്ന് വായിക്കേ. ഈ തൊപ്പി എന്ന പേഴ്സൺ അവളെ ഒഴിവാക്കി പോയി. പിന്നെ എന്താ റീസൺ കാര്യങ്ങളൊക്കെ എന്നോട് ഒരുപാട് റീസൺ പറഞ്ഞ റീസൺ എന്താണ്? പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തൊപ്പിയും അതായത് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളും പാടി തൊപ്പി ബൈസെക്ഷലാണ്. അതുകൊണ്ടാണ് ഞാൻ റിലേഷൻ സ്റ്റോപ്പ് ആക്കി പോകുന്നതെന്ന് പറഞ്ഞത്. എന്തേ ഇനി ഞാൻ കഥ പറഞ്ഞുതരാം. ഇനി ആരും സൂത്രം കാണിച്ചാ ലല്ലു ഇവൻ എന്നോട് ഇത് പറഞ്ഞിട്ട് ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഫസ്മിന ഈ ബൈക്ക് കഥ ഫോണിൽ ഇങ്ങനെ തിരിഞ്ഞ് കട്ടിന്റെ മുകളിൽ തിരിഞ്ഞിരുന്ന് സംസാരിക്കുകയാണ്. മേ ബി ഫോണിലായിരിക്കാം അല്ലെങ്കിൽ ലല്ലുവിനോട് തന്നെ ആയിരിക്കാം. ഈ ബൈക്ക് കഥ പറയുന്നതിൽ ഒരു ക്യാരക്ടർ നീയാ ഷമീർ. മനസ്സിലായ? ഒന്ന് തൊപ്പി. എന്നിട്ട് ആ വീഡിയോ ഒരു 1 ടൈം എനിക്ക് ഈ ലല്ലു അയച്ചു. നീ ഇത്തരക്കാരനാന്ന് ഞാൻ വിചാരിച്ചിട്ടാ. നിനക്കുള്ള അച്ഛനാങ്ങളമാര്. അപ്പൊ അവന്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ട്. ഞാനത് അന്ന് വിട്ടു. ഞാനതൊന്ന് വിശ്വസിച്ചില്ല. കാരണം എന്താ, എനിക്കിതിലേക്ക് തൊപ്പീനെ വലിച്ചിടാനോ അല്ലെങ്കിൽ ഇത് വിശ്വസിക്കാനോ ഫസ്മിൻ എന്നോട് പറഞ്ഞിട്ടില്ല. ലല്ലൂബിയാണ് എന്നോട് ഈ കഥ പറയുന്നത്. ഇവനൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. മനസ്സിലായില്ലേ? ഫസ്മിനെ തെറ്റാനുള്ള കാരണം ആ വീട്ടിനകത്ത് കല്ലും പുല്ലും വലിച്ച് പരസ്പരം ആരാ എന്താന്നുള്ള ബോധവും ബുദ്ധിയില്ലാതെ തമ്മിൽ ഇത് ഊമ്പിക്കളിച്ച് നടക്കലാന്നുള്ളത്. പബ്ലിക് ഇവനെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. അത്രയും വേണോ സാർ? വേണം. അന്ന് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ പിന്നെ കഥകൾ പുറത്തു വന്നപ്പോ നിന്റെ വീഡിയോ എടുത്തത് തൊപ്പിയാണെന്ന് നീ നിന്റെ വായ കൊണ്ട് പറഞ്ഞപ്പോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. നീ ഇരുന്ന് നിന്റെ കയ്യിൽ പിടിക്കണ ആ ഒരു വീഡിയോ, അതില് ഈ പറഞ്ഞ അമ്മു നിന്റെ അടുത്ത് വരുന്ന ഒരു സാധനം തൊപ്പി എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ തൊപ്പിക്ക് എന്താടാ നിന്നോട്? ലഡു ഒക്കെ ഉണ്ടല്ലോ ചേട്ടാ. ഈ ചെറുപഴം എന്താവല്ല? അയ്യേ, തനിക്ക് ഇംഗ്ലീഷ് தெரியாதല്ലേ? ഇവിടെ മണി എന്ന് പറഞ്ഞ ക്യാഷ് അല്ലാതെ ഉൾക്കണ്ടല്ല. സ്വന്തം പാർട്ട്ണർ പോയ വേദനയോ? എന്തിനാ എടുത്തു വെച്ചത്? അല്ല, എടുത്തു വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാരണം വേണമല്ലോ. ഷമീർ പറ. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ, നീ തീർന്നടാ. ഇത് ഒപ്പി പറ. വലിച്ചിടരുതിന്നെ, ചീന്തി കീറും ഞാൻ എല്ലാത്തിനും. തെമ്മാടിത്തരം കാണിച്ചു കൂട്ടിയ ഒരു വീട്ടിനകത്ത് കൂട്ടുകയറി ഇരുന്നിട്ട് എന്നിട്ട് വന്നിരുന്ന് വെല്ലുവിളിക്കണാടാ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. എന്നിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ട് പരസ്പരം അടി ഉണ്ടാക്കിയ സമയത്ത് ഒരുത്തൻ എടുത്താണ് പുറത്തിട്ടു. എന്നിട്ട് മറ്റോ കിടന്ന് മെഴുകുക അതിന്. ഇവൻ എന്താണ് കണക്ക് തൊപ്പീനോട് ഇതിന്റെ എതിരെ പോവാൻ ഒരു മടി? തൊപ്പീനോട് ഇങ്ങനെ അത് നിങ്ങൾ പുറത്ത് വിടി, നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ അതിന്റെ ബാക്കി പുറത്ത് വിടി. തൊപ്പീനോട് പറയുമ്പോ അവൻ ആ ടോണാ. അന്ന മൂപ്പര് ഇങ്ങള്. ഇതാണ് ഷമീർ തൊപ്പീനെ പറയുന്നത്. എന്താ ഉറക്കം വരുന്നു? എന്താ കണക്ക് അങ്ങനത്തെ ഒരു വർത്താനം? ഇന്നെ വലിച്ചു കീറി എന്റെ കുടുംബത്തിന് മുന്നിൽ നാറ്റിച്ചൊരുത്തനാണ് നിന്നെ പരനാറി എന്ന് പറയും ഞാൻ അവനെ. അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞാലും അടിയോ? എന്ത് അടിമാലി ഫാമിലിയോ? ചേറ്റാന്ന് വിളിക്കും ഞാൻ അവനെ. എന്താണ് പറ്റാത്തത് തൊപ്പീനെ വിളിക്കാൻ? ഓ മൈ ഗോഡ്, പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പിന്നെ ഈ പറഞ്ഞ കഥ ഫസ്മിനെ എന്നോട് ഈ വിഷയങ്ങൾക്ക് ശേഷം പറഞ്ഞു. ഇല്ലെങ്കിൽ ഫസ്മിൻ ഇല്ലാന്ന് പറയട്ടെ. ഞാൻ പറയുമ്പോ ഫസ്മിനെ വീഡിയോ ഇടണം. ഫസ്മിൻ അതില്
ഫസ്മിന പബ്ലിക്കിനോട്, ഫസ്മിന ഇന്നോട് മാത്രമല്ല, ഫസ്മിന ഒരുപാട് പേരോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഫസ്മിന ഒരു വീഡിയോ എടുത്തിരുന്നു അത്ര അവിടുന്ന് ഇവരെ വീട്ടിൽ നിന്ന്. അത് ലല്ലുവിന്റെ കയ്യിലുള്ളത് കൊണ്ടാണല്ലോ ലല്ലു അതിന്റെ ഒരു പോർഷൻ എനിക്ക് അയച്ചു തന്നത്. അപ്പൊ അതിന്റെ കംപ്ലീറ്റും കാണൂല്ലോ ലല്ലുവിന്റെ കയ്യിൽ. കണ്ടു കാണുമെന്തോ ശിവനെ. ഇല്ല, നീ പറഞ്ഞ ബാക്കി യൂട്യൂബേഴ്സ് ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഫസ്മിന ഇത് പറഞ്ഞു, ഇത് അറിയാവുന്ന ഒരുപാട് പേര്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ പരസ്പരം നമ്മൾ സംസാരിച്ചപ്പോൾ അടക്കം ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും ഇത് വൃത്തികേടാണ്, ഇവന്മാരെ പേഴ്സണൽ ലൈഫ് പോകും. പക്ഷെ ഇവന്മാരൊക്കെ ചെറ്റകളാണ്. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. ഇവന്മാർക്കൊന്നും സൊസൈറ്റിന് മുന്നിൽ എത്ര നാറിയാലും കുഴപ്പമില്ല. കാരണം ഇവന്മാരൊക്കെ തിങ്കിങ് എന്താ അറിയോ, നാളെ ഇതൊക്കെ നാട്ടുകാർ മറക്കും, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിൽ വന്ന വേറൊരു കേസ് വരും. ഇനി അങ്ങനെ പോകണ്ട, ഇതൊക്കെ നാറിയിട്ട് പോയാൽ മതി. അടുക്കളേൻ്റെ അകത്തുനിന്ന് ഫസ്മിന എങ്ങനെ നിങ്ങളെ പൊക്കി? ഇതൊക്കെയല്ലേ താൻ ചെയ്ത പണി? എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. അടുക്കളേൻ്റെ അകത്തുനിന്ന് ഫസ്മിന എങ്ങനെ നിങ്ങളെ പൊക്കി? എന്ത് വിഷയത്തിൽ സംസാരിച്ച് തീർത്തതിന് ശേഷമാണ് ഇജ്ജ് ഇവിടുന്ന് ദുബായിക്ക് കയറി പോയത്? ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ഇതൊക്കെ ഫസ്മിന പറയട്ടെ. എടാ, ഇത് സത്യമായ കാര്യമാണോ അതോ അല്ല നോണ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ഈ പറഞ്ഞ തൊപ്പി റിലേഷനിലായ സമയത്ത് ഈ പറഞ്ഞ ഷമീർ ദുബായി പോയത് ഫസ്മിന ഒന്ന് പറയണത്, ഞാനല്ല, ഫസ്മിന ഒന്ന് പറയണം. ഇതിന്റെ കംപ്ലീറ്റ് കഥ, ഇവന്മാരുടെ നാറിയ ഈ ചെറ്റ കളി ഫസ്മിനയ്ക്ക് പറയാൻ പറ്റും. ഇനിയെങ്കിലും ഫസ്മിനയ്ക്ക് പറയാൻ പറ്റുമെങ്കിൽ ഫസ്മിന പറ. ഇതൊക്കെ ഫസ്മിന പറയട്ടെ. ഫസ്മിന സാക്കിറിനോട് ഞാൻ പറയുന്നു, ഫസ്മിന ഇത് വീഡിയോ ഇട്ട് ഫസ്മിന ജനങ്ങളോട് പറ. ഇനിയാണ് ഫസ്മിന പറയ്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഫസ്മിന കഥ വന്ന് പറയുമ്പോൾ ഈ ഷമീർ ഓടും ഫസ്മിനെ അടുത്തേക്ക് കയ്യും കാലും പിടിച്ചിട്ട്. ആ ഓട്ടത്തിലും കരച്ചിലും ഫസ്മിന നിൽക്കുകയാണെങ്കിൽ പിന്നൊന്നും ഫസ്മിനോട് പറയാനില്ല. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.